ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു നാനാണ്. ഞാൻ രണ്ട് രീതിയിൽ ഇവിടെ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ഒന്ന് അലോയ് പാത്രത്തിലും രണ്ടാമത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലുമാണ്. അലോയ് പാത്രത്തിൽ തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്നത് പോലെയുള്ള ഒരു നാൻ കിട്ടുന്നത്. അലോയ് പാത്രത്തിൽ ഞാൻ 3 രീതിയിൽ കാണിക്കുന്നുണ്ട്. ബട്ടർ നാനും ഗാർലിക് പേസ്റ്റ് ചെയ്തതും ഗാർലിക്കും മല്ലിയിലയും കൂടി സ്റ്റഫ് ചെയ്തതും. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ 1.5 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ വരെ ഇടാം. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ് ഇട്ടും ഉണ്ടാക്കാം. പക്ഷേ ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കുമ്പോൾ ബ്രെഡിൻ്റെ ടേസ്റ്റാണ് നമുക്ക് മുന്നിട്ട് നിൽക്കുന്നത്. ശരിക്കുള്ള ടേസ്റ്റ് വരണമെങ്കിൽ സോഡാപ്പൊടി ചേർക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സോഡാപ്പൊടിയും പഞ്ചസാരയും ഉപ്പുമൊക്കെ മാവിൽ നന്നായി പിടിക്കണം. എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ സോഡാപ്പൊടി എല്ലാ ഭാഗത്തും പിടിക്കില്ല. ഇപ്പം ഞാനിവിടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കട്ടയൊന്നും ഉടച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ മാവ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം മതി. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച മാവ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. നമുക്ക് വെള്ളം പോരാ എന്ന് തോന്നിയാൽ അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ലൂസായി പോകരുത്. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. നന്നായി കുഴച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ടൈം എടുത്ത് തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ഡോ ആവണം. ഇപ്പോൾ ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ടുണ്ട്. ഇത് ഇനി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നനഞ്ഞ തുണി കൊണ്ട് മൂടി കൊടുക്കാം. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. ഒരു 3-4 മണിക്കൂർ വെച്ചാലും മാവ് നല്ല സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. നമുക്കൊരു 2-3 മിനിറ്റ് കൂടി നന്നായി കുഴച്ച് കൊടുക്കാം. ഇതേ കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടിയിട്ടുണ്ട്. നന്നായി തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. ഒരു 3-5 മിനിറ്റ് ടൈം എടുത്ത് നന്നായി തന്നെ കുഴക്കണം. എങ്കിൽ മാത്രമാണ് ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളാക്കാം. എനിക്കിവിടെ 9 ബോൾസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി പരത്തിയെടുക്കാം. ഒരു ബോൾ എടുത്ത് അല്പം ബട്ടർ തൂകിയതിന് ശേഷം പരത്തിയെടുക്കാം. മൈദപ്പൊടി ഇട്ട് പരത്തിയെടുക്കാം. മൈദപ്പൊടിയേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് കിട്ടുന്നത് ബട്ടർ ഇട്ട് പരത്തുമ്പോഴാണ്. ബട്ടറോ എണ്ണയോ ഏത് വേണോ ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിലോ ഏത് വേണോ ഉപയോഗിക്കാം. കുറച്ച് നീളത്തിൽ പരത്തിയെടുത്താൽ മതി. ഒരു നാൻ്റെ ഷേപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ച് നീണ്ടൊരു ഷേപ്പാണ്. ഇതിപ്പോൾ ഞാൻ പരത്തുന്നത് കറക്റ്റ് ഷേപ്പൊന്നും വന്നിട്ടില്ല. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ടിരിക്കണോണ്ട് ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായി പരന്ന് വന്നോളും. ഒരു നീളത്തിൽ പരത്തിയെടുത്താൽ മതി. തിന്നായിട്ട് പരത്തിയെടുക്കണം. ഇത് മതിയാകും. ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വെള്ളം തടവി കൊടുക്കുന്നത് വീഡിയോയിൽ വന്നിട്ടില്ല. ഇതിന് മുകളിലേക്ക് പതുക്കെ കൈകൊണ്ട് വെള്ളം ഒന്ന് തടവി കൊടുത്താൽ മതി. ഇനി പതുക്കെ എടുക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള നാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ അലോയ് പോലുള്ളൊരു പാത്രമാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ്. നല്ല ചൂടായി കിടപ്പുണ്ട്.
ഇതിലേക്ക് നമുക്ക് പതുക്കെ വെച്ച് കൊടുക്കാം. വെള്ളം നനഞ്ഞ പാകമായിരിക്കണം പാത്രത്തിലേക്ക് ഒട്ടിയിരിക്കേണ്ടത്. ഇതേ കണ്ടില്ലേ, ഇതുപോലെ മതി. ഇപ്പോൾ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ലേ? ഈ ബബിൾസൊക്കെ പല ഭാഗത്തായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറച്ച് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ, നമ്മുടെ നാനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇളക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ ഞാൻ കുറച്ച് ബട്ടർ കൂടെ തേക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ബ്രഷ് ഇല്ല, അതുകൊണ്ടാണ് സ്പൂണിൽ തേക്കുന്നത്. നിങ്ങൾ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് തേച്ചാൽ മതി. എന്ത് ഭംഗിയല്ലേ നമ്മുടെ നാൻ കാണാൻ. ഇനി ഞാൻ ഒന്നുകൂടി ഉണ്ടാക്കാം. ഗാർലിക് പേസ്റ്റ് വെച്ചിട്ട് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ പരത്തിയെടുത്താൽ മതി. നാനിൻ്റെ ഷേപ്പിൽ പരത്താൻ ശ്രമിച്ചതാണ്, ഷേപ്പ് വന്നിട്ടില്ല. ഏകദേശം ഈ ഒരു ഷേപ്പ് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നേരത്തെ കാണിച്ചതുപോലെ തന്നെ വെള്ളമുള്ള വശം പാത്രത്തോട് ഒട്ടി നിൽക്കണം. ഇതിലേക്ക് ഇത് അരച്ച് വെച്ച ഗാർലിക്കാണ്, നല്ല പേസ്റ്റ് രൂപേണ അരച്ച് വെച്ചതാണ്. ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് മറച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കിയെടുക്കാം. നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇതിലും കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിറയെ ബബിൾസ് വന്നിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കാണിക്കാം. ഗാർലിക് ചോപ്പ് ചെയ്തതും മല്ലിയിലയും കൂടി സ്റ്റഫ് ചെയ്ത് വെക്കുന്നതാണ്. നാൻ്റെ അതേ ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു നാൻ്റെ ഷേപ്പൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഗാർലിക്കും മല്ലിയിലയും കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്കിത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ചപ്പാത്തിയുടെ റോളർ കൊണ്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ ഗാർലിക്കും മല്ലിയിലയൊക്കെ ഒന്ന് സ്റ്റഫ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയാണ്. ഇനി ഇത് പതുക്കെ എടുത്ത് പാത്രത്തിൽ വെച്ച് ചുട്ടെടുക്കാം. ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നന്നായി ബബിൾസൊക്കെ വന്നിട്ടുണ്ട്, ഇത് കാണുന്നില്ലേ? ഇനി ഇത് തിരിച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ നാനിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ പാനിൽ കൂടി ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുള്ളതാണ്. പാനിലേക്ക് വെച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇട്ട് ചുട്ടെടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. ഇപ്പോൾ ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കില്ല, അതുകൊണ്ട് മറിച്ചും തിരിച്ചും ഇട്ട് ചുട്ടെടുക്കണം. അലോയ് പാത്രത്തിൽ ചുട്ടെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റാണ് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചുട്ടെടുക്കുന്നത്. ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. അലോയ് പാത്രത്തിൽ ചുട്ടെടുക്കുന്ന അതേപോലുള്ള ബബിൾസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. കറക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുണ്ടെങ്കിൽ അലോയ് പാത്രത്തിൽ തന്നെയാണ് ചുട്ടെടുക്കേണ്ടത്. ഇതിലേക്കും കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി നാൻ കൂടി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. കണ്ട ബബിൾസൊക്കെ വന്നിട്ടുണ്ട് ഇതിലും. അങ്ങനെ വളരെ എളുപ്പത്തിൽ നാനെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അലോയ് പാത്രത്തിൽ ആദ്യം ഉണ്ടാക്കിയ നാനാണ്. ബബിൾസൊക്കെ നന്നായി വന്നിട്ടുണ്ട്.
വെറുതെ ബട്ടർ മാത്രമാണ് തേച്ചിട്ടുള്ളത്. രണ്ടാമത് ഗാർലിക് പേസ്റ്റ് വെച്ച് അതേപോലെയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. ഇതിന് നന്നായി ബബിൾസ് വന്നിട്ടുണ്ട്. ഇത് ഗാർലിക്കും മല്ലിയിലയും കൂടി ചോപ്പ് ചെയ്ത് വെച്ചത് സ്റ്റഫ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ പാനിൽ ഉണ്ടാക്കിയെടുത്ത നാനാണ്. വളരെ സോഫ്റ്റാണ്. പക്ഷെ ബബിൾസ് ഒന്നും നമ്മൾ അലോയ് പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കും പോലെ വരില്ല. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ശരിക്കും ആ അലോയ് പാത്രത്തിൽ തന്നെ ഉണ്ടാക്കണം. ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ കുട്ടികൾക്ക് നാൻ വേണമെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ തയ്യാറാക്കിയത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കണോ ഓളും കൂടി പ്രസ് ചെയ്ത് ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. അതും കൂടി ഒന്നും മറക്കരുത്. താങ്ക് യു.